നമസ്കാരം. നമ്മുടെ വീടുകളിൽ ഐശ്വര്യവും സമൃദ്ധിയും നിറയുന്നതിന് വൈകുന്നേരങ്ങളിൽ ദീപം തെളിയിക്കുന്നത് അത്യന്താപേക്ഷിതമാണെന്ന് നമുക്കറിയാം. എന്നാൽ വിളക്ക് തെളിക്കുമ്പോൾ നാം അറിയാതെ വരുത്തുന്നതായ ചില തെറ്റുകൾ മഹാലക്ഷ്മിയുടെ അപ്രീതിക്ക് കാരണമായേക്കാം. ഐശ്വര്യം പടിയിറങ്ങാതിരിക്കാൻ വിളക്ക് കൊളുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് പറയാൻ പോകുന്നത്. ഇതിൽ ആദ്യമായിട്ട് ദീപം തെളിയിക്കാൻ ഏറ്റവും ഉചിതമായ സമയം പ്രദോഷകാലമാണ്, അതായത് സന്ധ്യാസമയം. സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് വളരെ ധൃതിപ്പെട്ട് വിളക്ക് കൊളുത്തുന്ന കാര്യം നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. കൃത്യമായ സന്ധ്യാസമയത്ത് വേണം ദീപം തെളിയിക്കുവാനായിട്ട്. ദീപം തെളിയിക്കുമ്പോൾ ധൃതി അല്ലെങ്കിൽ വേഗത്തിൽ തിടുക്കപ്പെട്ടുള്ള കാര്യങ്ങൾ പാടില്ല എന്ന് സാരം. വീടിന്റെ ഉമ്മറത്ത് വിളക്ക് വെക്കുമ്പോൾ അത് വാതിലിന്റെ ഇടതുവശത്തായിരിക്കാനായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. വിളക്ക് കിഴക്കോട്ടും വടക്കോട്ടും അഭിമുഖമായി വെക്കാവുന്നതുമാണ്. എന്നാൽ തെക്ക് ദിശയിലേക്ക് ദീപം തെളിയിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. ഇനി നമ്മുടെ ശാസ്ത്രം അനുസരിച്ച് മൺവിളക്കുകൾ ഏറ്റവും ശുദ്ധമാണ്, ശരിയല്ലേ? അതിനാൽ വീടിന് പുറത്ത് മൺവിളക്കുകളിൽ ദീപം തെളിയിക്കാൻ സാധിച്ചാലും ഉത്തമമാണ്. കൃത്രിമ വിളക്കുകളോ മാവ് കൊണ്ടുള്ള വിളക്കുകളോ ഇവയൊക്കെ ആവശ്യത്തിന് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇനി പലരും ചെയ്യുന്ന ഒരു തെറ്റാണ് വിളക്ക് വെച്ച ഉടനെ വാതിൽ അടയ്ക്കുന്നത്. വിളക്ക് തെളിയിക്കുമ്പോൾ മഹാലക്ഷ്മി ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് വന്ദിക്കുകയാണ് വേണ്ടത്. വിളക്ക് കൊളുത്തിക്കഴിഞ്ഞാൽ കുറഞ്ഞതൊരു അരമണിക്കൂർ നേരമെങ്കിലും വീടിന്റെ മുൻവാതിൽ തുറന്നിടാനും ശ്രദ്ധിക്കണം. അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായി പാലിക്കുന്നത് വഴി മഹാലക്ഷ്മിയുടെ പരിപൂർണ അനുഗ്രഹം നിങ്ങളുടെ കുടുംബത്തിന് ലഭിക്കുന്നതാണ്. ഏവർക്കും ഐശ്വര്യപൂർണമായ ഒരു ദിവസം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.